ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ചിക്കു വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചൈന ഗ്രാസ് കുതിർത്തെടുക്കാം. അതിനായിട്ട് ഒരു 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ ചെറിയ പീസസാക്കി ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് പഴുത്ത 6 ചിക്കുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മുറിച്ച് അതിലെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം അതിലെ പൾപ്പെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് ഈ പൾപ്പെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വലിയ ജാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി. പുഡിങ്ങിന് വേണ്ടി ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2 കപ്പ് പാലുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതേസമയം തന്നെ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന ചൈന ഗ്രാസ് സ്റ്റൗവിൽ വെച്ച് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ 3/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുക്കിയെടുത്ത ചൈന ഗ്രാസ് അരിച്ചൊഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ 2 പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ലെയർഡായിട്ടുള്ള പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒന്ന് വാനില പുഡിങ്ങും ഒന്ന് ചിക്കുവിൻ്റെ പുഡിങ്ങുമാണ്. രണ്ടും ഒരുപോലെ 2 പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മറ്റേ ബൗളിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ചിക്കുവിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ഒരു ലെയർ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ച് സെറ്റ് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ 2 പാത്രത്തിൽ ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലെയർ ഒഴിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് അടുത്ത ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ ലെയറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പകുതി സെറ്റായി കഴിയുമ്പോൾ നമുക്കിതിന് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചോക്കോ ചിപ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, അല്ലെങ്കിൽ നട്ട്സ് ഏതെങ്കിലും ആയാലും മതി, ബദാമോ ഏതെങ്കിലും നട്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിക്കുവിൻ്റെ പുഡിങ് ഉണ്ടാക്കുമ്പോൾ പാല് തിളച്ചതിന് ശേഷം മാത്രം ചിക്കു പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടമാവുന്നതായിരിക്കും. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ് തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.